50 വർഷം മുൻപ് ജോലി തേടി തമിഴ്നാട്ടിലേക്ക് പോയ കടയ്ക്കൽ സ്വദേശിയും കുടുംബവും കേരളത്തിൽ തിരിച്ചെത്തി ആശ്രിതർക്കായി അന്വേഷണം നടത്തുന്നു. കടയ്ക്കൽ സ്വദേശിയായ ആനന്ദരാജനും കുടുംബവുമാണ് ബന്ധുക്കളെ തേടി കേരളത്തിലെത്തിയത്. ഇയാൾക്കൊപ്പം 58 വയസ്സുള്ള ഭാര്യയും 25 വയസ്സുള്ള ഒരു മകളുമാണുള്ളത്. കടയ്ക്കലെത്തിയ ഈ കുടുംബത്തിന് ബന്ധുക്കളെ തിരിച്ചറിയുന്നതിനോ താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തുന്നതിനോ കഴിയാതെ കാൽനടയായി വയല ആലുമുക്കിൽ എത്തുകയായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച ഇവർ ആലുമുക്കിലെ ചന്ദ്രവതിയുടെ വീട്ടിൽ ഒരു ദിവസത്തേക്ക് അഭയം തേടി. എന്നാൽ ഇവർ ഇവിടെ താമസമായിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. പോകുവാൻ മറ്റൊരിടവും ജോലി ചെയ്യുവാൻ ശേഷിയുമില്ലാതെ ഈ മാതാപിതാക്കൾ പ്രായപൂർത്തിയായ മകളുമായി തുണികൊണ്ട് മറച്ച വീടിന്റെ വരാന്തയിലാണ് അന്തി ഉറങ്ങുന്നത്. ആഹാരത്തിന് വകയില്ലാത്ത ഇവർക്ക് ചന്ദ്രമതിയുടെ അയൽവാസികളാണ് ഭക്ഷണം നൽകുന്നത്. നമുക്ക് താമസിക്കാൻ സ്ഥലമില്ല, കൊച്ചിനെയും കൊണ്ട് റോഡിൽ കിടക്കാനൊക്കെ ഇല്ല. അങ്ങനെ ഇവരുടെ നിസ്സഹായാവസ്ഥ പ്രദേശവാസികൾ പലതവണ വിവിധ സന്നദ്ധ സംഘടനകളെയും മറ്റും അറിയിച്ചെങ്കിലും ആരുടെയും സഹായഹസ്തം ഇവർക്കു നേരെ നീളുന്നില്ല. 2 പെൺമക്കളുടെ പിതാവായ ആനന്ദരാജൻ തമിഴ്നാട്ടിൽ ഇലക്ട്രീഷ്യനായി ജോലി നോക്കിയ ആളാണ്. മൂത്ത മകളെ വിവാഹം കഴിച്ചയച്ചു. എന്നാൽ അവരിൽ നിന്നും യാതൊരു സഹായവും ഈ വൃദ്ധന് ലഭിക്കുന്നുമില്ല. ഇടിഞ്ഞു വീഴാറായ വീടിന്റെ വരാന്തയിലെ ഇവരുടെ താമസത്തിന് ഒട്ടും സുരക്ഷിതത്വമില്ല. 1 മാസമായി ഈ കുടുംബത്തിന് അഭയം നൽകിയ ചന്ദ്രമതി എന്ന 70-കാരിക്ക് ഇനിയും ഇവരെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ മകളുമായി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് ആനന്ദരാജൻ എന്ന 76-കാരൻ. നമുക്ക് താമസിക്കാൻ സ്ഥലമില്ല, കൊച്ചിനെയും കൊണ്ട് റോഡിൽ കിടക്കാനൊക്കെ ഇല്ല. ലൈവ് വാർത്ത, അഞ്ചൽ.